ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? കുറച്ച് തിരക്കുകൾ കാരണം കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, സോറി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു അച്ചാർ പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായി 4 ബീറ്റ്റൂട്ട് ചെത്തി കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. 10 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. 15 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഈ ബീറ്റ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് വരട്ടിയെടുക്കാം ചെറുതായിട്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ബീറ്റ്റൂട്ട് വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ആ പാനിലേക്ക് തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം കടുക് ഇട്ട് കൊടുക്കാം. ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് വരട്ടി വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നവിടെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീറ്റ്റൂട്ടും ഈന്തപ്പഴവും കൂടെ ഉള്ള അച്ചാർ റെഡിയായി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ അച്ചാർ മാത്രം മതി ഒരു കലം ചോറുണ്ണാൻ. നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന്. വേറെ ഒരു കറിയും വേണ്ട. ഈ അച്ചാർ ഒരു കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചാർന്നാൽ കുറേ നാളിരുന്നോളും. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാവും. എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ള അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ കാണാം. താങ്ക്